Hi students, നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പാർട്ടിക്കിൾസിനെയും ഏത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ ആ സബ്സ്റ്റൻസിനെല്ലാം മെയ്ഡ് ചെയ്തേക്കുന്ന എന്താണ്? ടൈനി പാർട്ടിക്കിൾസ് ആയിക്കൊള്ള ആറ്റംസ് കണ്ടിട്ടാണ്. ഈ ആറ്റംസിൽ തന്നെ കുറച്ചധികം മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. അതെന്തൊക്കെ വെച്ചിട്ട് ഈ ആറ്റം മെയ്ഡ് ചെയ്തേക്കുന്നത്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അങ്ങനെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് നമ്മുടെ ഒരു വലിയൊരു ആറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ആറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്നാണ്? ഡാൽട്ടന്റെ അറ്റോമിക് തിയറിയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കൺസെപ്റ്റിലേക്ക് ഡെവലപ്പ് ചെയ്തു പോയിരിക്കുന്നത് അല്ലേ. അക്കോർഡിംഗ് ടു ഡാൽട്ടൺസ് അറ്റോമിക് തിയറി, ഓൾ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് അല്ലെ കമ്പോസ്ഡ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് അല്ലെ. എന്ത് മാറ്റർ ആയിക്കോട്ടെ ആ മാറ്റർ എല്ലാം എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റംസ് വെച്ചിട്ടാണ് നമ്മുടെ ഓരോ പാർട്ടിക്കിൾസും മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഈ പാർട്ടിക്കിൾസിൽ തന്നെ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. സബാറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇലക്ട്രോൺസ് ആവാം, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് എന്നൊക്കെ പറയുന്ന സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതൊക്കെ ആരാണ് കണ്ടുപിടിച്ചത്? എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഏതൊക്കെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വഴിയാണ് നമ്മൾ ഇത് ഡിസ്കവർ ചെയ്തതെന്നും പിന്നെ കുറച്ച് മോഡൽസ് ഓഫ് അറ്റോമിക് മോഡൽസും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റം പറയുമ്പോൾ നോക്കിക്കേ, നമുക്കറിയാം ആറ്റം എന്ന് പറയുന്നതിന്റെ സെന്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൽ ആരൊക്കെയാണുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ആണുള്ളത് അല്ലെ. ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജ്ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ്. പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ഈ എത്രത്തോളം പോസിറ്റീവ് ചാർജ് നമ്മുടെ ന്യൂക്ലിയസിന്റെ അകത്ത് പ്രസന്റ് ആണോ അത്രത്തോളം തന്നെ ഇലക്ട്രോൺസ് നമ്മുടെ എന്തിലുണ്ടാവും? നമ്മുടെ ന്യൂക്ലിയസിന്റെ ചുറ്റിനുള്ള ഷെൽസിൽ പ്രസന്റ് ആയിരിക്കും അല്ലെ. ഇലക്ട്രോൺസ് എവിടെയായിരിക്കും പ്രസന്റ് ആയിരിക്കുന്നുണ്ടാവുക? ന്യൂക്ലിയസിന്റെ പുറത്ത് ഓരോ ഷെല്ലിലായിരിക്കും ഇലക്ട്രോൺസ് പ്രസന്റ് ആയിട്ടുണ്ടാവുന്നത്. ന്യൂക്ലിയസിന്റെ അകത്താണ് ആരുള്ളത്? നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും. ഈ പ്രോട്ടോണും ന്യൂട്രോണും കൺസിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്രോൺ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ചുറ്റുമുള്ള ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ഇലക്ട്രോൺസിനെ ആരെ ഡിസ്കവർ ചെയ്ത്? വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ഒരു ക്രൂക്സിന്റെ എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് നമ്മളെ ഡിസ്കവർ ചെയ്തത്? ഇലക്ട്രോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ഡിസ്കവർ ചെയ്തത്. അതെങ്ങനെയാണ്? ഒരു ഡിസ്ചാർജ് ട്യൂബ് വെച്ചിട്ടാണ് ഡിസ്കവർ ചെയ്തത്? നമ്മളെ ഇലക്ട്രോൺസിനെ ഡിസ്കവർ ചെയ്തത്. നമുക്ക് നോക്കാം എന്താണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എന്ന്. ഇത് നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, ഒരു 50 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആ ഗ്ലാസ് ട്യൂബിന് രണ്ടറ്റത്ത് ഇലക്ട്രോഡുകൾ വെച്ചിട്ടുണ്ട് അല്ലെ. കാഥോഡും ആനോഡും ഇലക്ട്രോഡുകളാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ അകത്ത് ഈ ഗ്ലാസ് ട്യൂബിന്റെ അകത്ത് കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്യാസ് മോളിക്യൂൾസ് ഇനേർട്ട് ആയിട്ടുള്ള ഗ്യാസ് മോളിക്യൂൾസ് ആണ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏത് ഗ്യാസ് മോളിക്യൂൾസ് മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒബ്സർവേഷനും മാറുന്നുണ്ടാവും. ഓക്കെ, പിന്നെ അത് കൂടാതെ ഒരു വാക്വം പമ്പ് വെച്ചിട്ടും കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഗ്ലാസ് ട്യൂബിന് വെച്ചിട്ടുള്ളത്. കാരണം പമ്പ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പമ്പിനെ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് പ്രഷർ കൂട്ടാനും കുറയ്ക്കാനും വളരെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാക്വം പമ്പിനെ നമ്മുടെ ഗ്ലാസ് ട്യൂബുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ട്യൂബിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത്? ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആനോഡും കാഥോഡും എന്ന രണ്ട് ഇലക്ട്രോഡ്സിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഹൈ വോൾട്ടേജ് ആണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. ഈ ഇലക്ട്രോഡിലേക്ക് കൊടുക്കുന്നത്? ഹൈ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നീ നോക്കിക്കോ. ഡിസ്ചാർജ് കൺസിസ്റ്റ് ഓഫ് എ സീൽഡ് ഗ്ലാസ് ട്യൂബ് അബൌട്ട് 50 സെന്റിമീറ്റർ ലെങ്ത് അല്ലെ. 50 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സീൽഡ് ആയിട്ടുള്ള ഗ്ലാസ് ട്യൂബ് ആണ് നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത്. 2 മെറ്റൽ ഇലക്ട്രോഡ്സ് ഉണ്ട്, രണ്ടറ്റത്തും ആനോഡും കാഥോഡും ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ അത് കൂടാതെ ഒരു വാക്വം പമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ട്യൂബ് ഫില്ല് ചെയ്തേക്കുന്നത് ഗ്യാസ്, ഒരു ഇനേർട്ട് ആയിട്ടുള്ള ഗ്യാസ് അതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ 2 ഇലക്ട്രോഡ്സ് ആർ കണക്റ്റഡ് ടു ദ സോഴ്സ് ഓഫ് ഹൈ വോൾട്ടേജ്. ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോഡുകളെല്ലാം ഹൈ വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് നടക്കുന്നത് നോക്കിക്കേ. എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? when the discharge tube containing the gas at 1 atmosphere pressure ആണെന്ന സമയത്ത് നമ്മുടെ ഗ്യാസിന്റെ കൊടുക്കുന്ന പ്രഷർ 1 atmosphere pressure ആണെങ്കിൽ അവിടെ നോൺ കണ്ടക്ടിങ് ആയിട്ടായിരിക്കും ആ ഇലക്ട്രോഡ്സ് നിൽക്കുന്നുണ്ടാവുക. ഈ പ്രഷറിനെ നമ്മൾ വാക്വം പമ്പ് ഉപയോഗിച്ചിട്ട് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 10⁻⁵ അല്ലെ, 10⁻²ലേക്ക് നമ്മൾ പ്രഷറിനെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. when the pressure of the gas is reduced 10⁻⁻ അറ്റ്മോസ്ഫിയറിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ കണ്ടക്ട് നടക്കുന്നുണ്ടാവും. ഒരു ലൈറ്റ് വരുന്നത് പോലെ നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ഈ കളർ എന്ത് കളറിലെ ലൈറ്റ് ആണ് വരുന്നത് എന്നുള്ളത് അവിടെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഗ്യാസ് ആണ് നമ്മൾ പ്രസന്റ് ആയിട്ടുള്ളത് അല്ലെ. ആ ഗ്ലാസ് ട്യൂബിൽ എന്ത് ടൈപ്പ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആണ് പ്രസന്റ് എന്ന് നോക്കിയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന ഒബ്സർവേഷനിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഗ്യാസിന്റെ കളർ അല്ലെങ്കിൽ അവിടെ എമിറ്റ് ചെയ്യുന്ന കണ്ടക്ഷൻ കാരണം എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ കളർ എന്ന് പറയുന്നത് അവിടെ ഏത് ടൈപ്പ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്
ആണ് പ്രസന്റ് എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും ലൈറ്റിന്റെ കളർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, the pressure of the gas ആ ഡിസ്ചാർജ് ട്യൂബിലുള്ള ഗ്യാസിനെ പിന്നെയും നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് എന്നിട്ട് 10⁻⁴ എത്തുമ്പോഴത്തേക്കും അവിടുത്തെ ഗ്ലോ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവുന്നുണ്ടാവും. അവിടുത്തെ നമ്മൾ കാണാൻ പറ്റുന്ന വിസിബിൾ ആയിട്ട് കിട്ടുന്ന കളറുള്ള ഗ്ലോ സ്റ്റോപ്പ് ആവും. പക്ഷേ അവിടെ കണ്ടക്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അവിടെ പ്രഷർ എന്താണ് 1 atmosphere പ്രഷർ ആണെങ്കിൽ അവിടെ കണ്ടക്ഷൻ നടക്കുന്നുണ്ടാവില്ല. കണ്ടക്ഷൻ നടക്കാത്തത് കൊണ്ടാണ് അവിടെ പ്രഷർ എന്ത് ചെയ്യുന്നത്, പമ്പ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്, 10⁻²ലേക്ക് കൊടുക്കുന്നത്. ആ സമയത്ത് ഒരു ലൈറ്റ് നമുക്ക് വിസിബിൾ ആയിരിക്കും. ഏത് കളറുള്ള ലൈറ്റ് ആണെന്ന് നമ്മൾ അവിടെ കൊടുക്കുന്ന ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ പ്രഷർ റെഡ്യൂസ് ചെയ്യാണ് 10⁻⁴ എന്ന് പറയുന്ന റേഞ്ചിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ടാവും, അവിടെ കാണാൻ പറ്റുന്ന ലൈറ്റിന്റെ ഗ്ലോ അവിടെ സ്റ്റോപ്പ് ആവുകയും പക്ഷേ അവിടെ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടിവിറ്റി സ്റ്റോപ്പ് ആവാതെ കണ്ടിന്യൂ ഉണ്ടാവുന്നുണ്ട്. The glow surrounding cathode or the negative electrode detaches, it leaves a space between എന്താണ് ഇലക്ട്രോഡ്, ആ 2 ഇലക്ട്രോണിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് ക്രൂക്ക് ഡാർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താന്ന് നോക്കിക്കേ, ഇതെല്ലാം നമ്മൾ വരുന്നത് എവിടെ നിന്നിട്ടാണ്, നോക്കിക്കേ, the emission of colored light stop the discharge tube begins to glow with a faint greenish light. നമുക്കറിയാം ഈ ലൈറ്റിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആനോഡിന്റെ സൈഡിൽ ഒരു സർക്കുലർ സ്ക്രീൻ വെക്കുന്നുണ്ടാവും. അതൊരു സിങ്ക് സൾഫൈഡ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുള്ള സർക്കുലർ സ്ക്രീൻ ആയിരിക്കും വെക്കുന്നുണ്ടാവുക. ഇതേ നോക്കിക്കേ എന്താ നടക്കുന്നത്, പിന്നെ അതിന്റെ പ്രഷർ പിന്നെ നമ്മൾ കുറയ്ക്കാണ് 0.00 എന്താ mmHg അതിലേക്ക് കുറയ്ക്കുന്ന സമയത്ത് ആ ഗ്ലാസ് ട്യൂബ് കംപ്ലീറ്റ്ലി എന്താണ് ഒരു ഡാർക്ക് കളർ വന്ന് ഫില്ല് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഡാർക്ക് കളർ ഒന്ന് ഫില്ല് ചെയ്ത് കാണാൻ, പിന്നെ എന്ത് സംഭവിക്കുന്നില്ല, ഗ്ലോ അവിടെ ഉണ്ടാകുന്ന ഗ്ലോ ഫെയിൻറ്റ് ചെയ്ത് ഒരു ഗ്രീനിഷ് കളറിലേക്ക് എത്തുന്നത് കാണുന്നുണ്ടാവും. പിന്നെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആനോഡിന്റെ സൈഡിൽ ഒരു സർക്കുലർ സ്ക്രീൻ വെക്കുന്നുണ്ടാവും. ഒരു സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന കെമിക്കൽ കോട്ട് ചെയ്തിട്ടുള്ള സർക്കുലർ സ്ക്രീൻ വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും, കാഥോഡിൽ നിന്നിട്ടാണ് ഈ റേസ് വന്ന് എമിറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആനോഡിന്റെ സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലായി കാഥോഡിൽ നിന്ന് വരുന്ന റേസ് ആയതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് നെയിം ചെയ്തു, കാഥോഡ് റേസ് എന്ന് നെയിം ചെയ്തു. അപ്പോൾ ഈ ഡിസ്ചാർജ് ട്യൂബിൽ നടക്കുന്ന ഈ എക്സ്പെരിമെന്റിനെ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എന്നും കൂടി പേര് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ കാഥോഡിൽ നിന്ന് വരുന്ന റേസ് നമ്മൾ കാഥോഡ് റേസ് എന്നാണ് പറഞ്ഞത്. ഈ റേസ് എന്താണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കാരണമാണ് കാഥോഡിൽ നിന്നിട്ടുള്ള റേസ് എമിറ്റ് ചെയ്യുന്നതെന്നും കൂടി ആര് കണ്ടുപിടിച്ചു, നമ്മുടെ ക്രൂക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. അതുകൊണ്ട് ഈ കാഥോഡിൽ നിന്ന് വരുന്ന റേസിന് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലായി. അതാണ് നമ്മുടെ ലാസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കേ, സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത് അല്ലെ. കാഥോഡ് നിന്നിട്ട് ആനോഡിലേക്ക് എന്താ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെന്താ, മെക്കാനിക്കൽ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഡിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡിഫ്ലക്ട് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു വീൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡിഫ്ലക്ട് ചെയ്തിട്ടായിരിക്കും ഈ കാഥോഡ് റേസ് പോകുന്നുണ്ടാവുക. മെക്കാനിക്കൽ എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മളിവിടെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് നിൽക്കുന്നതെങ്കിൽ ഒരു വീല് പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ കാഥോഡ് റേസ് പോകുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് ടച്ച് ചെയ്ത് കറങ്ങി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, കറങ്ങി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ മെക്കാനിക്കൽ എഫക്റ്റ് ആര് കാണിക്കുന്നുണ്ട്, നമ്മുടെ കാഥോഡ് റേസ് കാണിക്കുന്നതായിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ അത് കൂടാതെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ കാഥോഡിൽ പ്രസന്റ് എന്നും ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരിക. നോക്കിക്കോ, when a magnetic field is applied perpendicular to the path of the cathode ray, they deflected in the direction of എന്താണ് expected negative particles. അവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡിഫ്ലക്ട് ചെയ്തിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ കാഥോഡ് റേസ്. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനില്ല, പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് വെക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് വന്ന് അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. ഇനി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് വെച്ചാൽ അവിടെ നിന്ന് റിപ്പൽ ചെയ്തിട്ട് പോകുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ റിപ്പൽ ചെയ്ത് പോകുന്നത് കാണുന്നത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ലൈക്ക് ചാർജസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് വെച്ചതെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാഥോഡ് റേ റിപ്പൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കൺക്ലൂഷനിൽ എത്താൻ പറ്റി. കാഥോഡ് റേസ് എന്ന് പറയുന്നത് എന്താ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, പിന്നെ പ്രൊഡ്യൂസ് എക്സ്റേ വെൻ ദേ സ്ട്രൈക്ക് ഹാർഡ് മെറ്റീരിയൽസ് ലൈക്ക് ടങ്സ്റ്റൺ, കോപ്പർ പോലുള്ള മെറ്റീരിയൽസിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അവിടെ എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആര്, നമ്മുടെ കാഥോഡ് റേസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഈ പാർട്ടിക്കിൾസ്. പിന്നെ ഫ്ലൂറസെൻസ്, അത് ഗ്ലാസ് വാൾസ്, നേരത്തെ പറഞ്ഞായിരുന്നു സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് വാൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് ഈ കാഥോഡ് റേ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലൂറസെന്റ് എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതായിട്ട് നമ്മൾ ഒബ്സർവേഷനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റൽസിലേക്ക്
ചാർജിലേക്ക് നമ്മൾ എന്താണ് കാഥോഡ് റേ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഒരു ഫ്ലൂറസെന്റ് എഫക്റ്റ് ആണ് ഫോം ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് നോക്കിക്കേ, ഡിറ്റർമിനേഷൻ ഓഫ് ചാർജ് ടു മാസ് റേഷ്യോ, അതായത് E/m റേഷ്യോ കണ്ടുപിടിക്കുന്നതാണ്. E/m റേഷ്യോ എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്? E എന്ന് പറയുന്നത് എന്താ, ചാർജ് അല്ലേ? നമ്മുടെ ചാർജ് ഒരു ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ ചാർജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് വേരി ചെയ്യുന്നുണ്ടാവോ? ഇല്ല. മാസ് എന്ന് പറയുന്നതോ, ഇപ്പൊ ഇലക്ട്രോൺസിന്റെ മാസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാ, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ ചാർജും മാസ് എന്ന് പറയുന്ന ഈ റേഷ്യോ എന്ത് തന്നെയായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ E/m റേഷ്യോ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നിൽക്കുന്നത്. ഇതെന്താണ്, J.J. തോംസൺ ആണ് E/m റേഷ്യോ കണ്ടുപിടിച്ചത് ഇലക്ട്രോണിന്റെ മെഷറിംഗ് ദ ഡിഫ്ലക്ഷൻ ഓഫ് കാഥോഡ് റേസ് അണ്ടർ ദ സൈമൾട്ടേനിയസ് ഇൻഫ്ലുവൻസ് ഓഫ് ദി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നമ്മുടെ കാഥോഡ് റേന്റെ ഡിഫ്ലക്ഷൻ, അതായത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിലായിക്കോട്ടെ മാഗ്നറ്റിക് ഫീൽഡിലായിക്കോട്ടെ അവർക്ക് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷന്റെ വേരിയേഷൻ വെച്ചിട്ടാണ് നമ്മുടെ J.J. തോംസൺ E/m റേഷ്യോ ഇലക്ട്രോൺസിന്റെ കണ്ടുപിടിച്ചത്. ഈ E/m റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും കാണിക്കുന്നുണ്ടാവാം. ഓക്കെ, ഇത് ആരാണ് കണ്ടുപിടിച്ചത്, നമ്മുടെ J.J. തോംസൺ ആണ്. ഇത് നോക്കിക്ക്, ഈ ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. കാഥോഡ് എവിടെന്നാ വരുന്നത്, കാഥോഡും ആനോഡും വെച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ കൊടുക്കുന്ന ഡിഫ്ലക്ഷനും അതുകൂടാതെ ഫ്ലൂറസെന്റ് മെറ്റീരിയൽസിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്ലൂറസെന്റ് എഫക്റ്റും ആണ് നമുക്ക് ഇവിടെ ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനും അതുകൂടാതെ മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിയിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനും നോക്കിയിട്ടാണ് എന്ത് E/m റേഷ്യോ നമ്മുടെ J.J. തോംസൺ കണ്ടുപിടിച്ചത്. ഈ E/m റേഷ്യോ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടുന്നുണ്ടാവുക അല്ലെ. കാരണം എന്താ, ഈ ചാർജ് എന്ന് പറയുന്നത് E എന്ന് പറയുന്ന വാല്യൂം M എന്ന് പറയുന്ന മാസ് എന്ന് പറയുന്ന വാല്യൂസും രണ്ടിന്റെ ഇലക്ട്രോൺസിന്റെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂസ് ആണ്. ചാർജ് ഒരിക്കലും മാറുന്നില്ല, ഇലക്ട്രോണിന്റെ മാസ് ഒരിക്കലും മാറുന്നില്ല. therefore എന്താണ്, E/m റേഷ്യോ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഇലക്ട്രോണിന്റെ എന്താണ് E/m റേഷ്യോ കണ്ടുപിടിച്ചിരിക്കുന്ന മെത്തേഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താണ്, ബീം എന്താ, ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും ഡിഫ്ലക്ഷൻ നടക്കുന്നുണ്ടാവുക. കാരണം എന്താണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് വരുന്നത്. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് പ്രസന്റ് ആണെങ്കിൽ അവിടെ ഡിഫ്ലക്ഷൻ എന്ത് നടക്കും, ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കും അല്ലെ. ഇനി പോസിറ്റീവ് സൈഡിലെ പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ മാത്രമായിരിക്കും അവിടെ എന്ത് നടക്കുന്നുണ്ടാവുക, ഒരു അട്രാക്ഷൻ പോലെ നടക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് നോക്കിക്കേ, ചാർജ് ഓഫ് ആൻ ഇലക്ട്രോണിന്റെ ചാർജ് ആരാണ് കണ്ടുപിടിച്ചത്, റോബർട്ട് മില്ലിക്കൻ അല്ലെ. മില്ലിക്കൻസിന്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് എന്ത് കണ്ടുപിടിച്ചത്, നമ്മുടെ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തിയത് നമ്മുടെ മില്ലിക്കൻ ആണ്. മില്ലിക്കൻ എന്താണ് എക്സ്പെരിമെന്റ് നടത്തിയത്, എന്താണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റിലൂടെയാണ് ഇലക്ട്രോൺസിന്റെ ചാർജ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാ നോക്കിക്കേ, മില്ലിക്കൻസിന്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് നടത്തിയിരുന്നത് ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് ആണ്. ഓയിൽ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താ, ചാർജ്ഡ് പ്ലേറ്റ് ആണ് അല്ലെ, നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓയിൽ ഡ്രോപ്സ് ഇവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് ഒരു സ്മോൾ ഹോൾ വഴി എങ്ങനെയാ താഴത്തേക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ നിന്ന് ഈ ഒരു സോഴ്സിൽ നിന്നിട്ട് എക്സ്റേസ് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. ഇവിടെ ടെലിസ്കോപ്പ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഒബ്സർവേഷൻ വിഷ്വലൈസ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ അറ്റോമൈസർ വഴിയാണ് നമ്മൾ ഓയിൽസിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്മോൾ ഡ്രോപ്ലെറ്റ്സ് പോലെ ആയിരിക്കും ഓയിൽസിന്റെ പ്രസൻസ് അവിടെ കാണിക്കുന്നുണ്ടാവാം. ഓക്കെ, പിന്നെ അത് കൂടാതെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഹോൾസ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ് താഴെയുണ്ട്, അതിലേക്ക് വരാതെ റിപ്പൽ ചെയ്തിട്ട് എവിടെ നിൽക്കുന്നുണ്ടാവും, ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, ഈ നമ്മുടെ കൊടുത്തിരിക്കുന്ന ഓയിൽസിൽ എന്താണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് പ്രസന്റ് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, എ സ്പ്രേ ഓഫ് ഓയിൽ ഡ്രോപ്പ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ അറ്റോമൈസർ, ദ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് എന്റർ ദ അപ്പാരറ്റസ്, ദ സ്മോൾ ഹോൾ വഴിയാണ് എത്തുന്നത്. അലോ ടു ഫോൾ ബിറ്റ്വീൻ ടു ചാർജ് പ്ലേറ്റ്സ് അല്ലെ, അതായത് പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റിന്റെയും നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റിന്റെയും ഇടയിലൂടെയാണ് നമ്മുടെ അറ്റോമൈസർ വഴി കൊടുക്കുന്ന ഓയിൽ ഡ്രോപ്സ് ഫോൾ ചെയ്ത് വീഴുന്നത്. ഈ ഫോളിങ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, ഡ്രോപ്ലെറ്റ്സ് അവിടെ ഒബ്സർവ് ചെയ്തത് ചെറിയൊരു മോഷനിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. ഏത് വെച്ചിട്ടാണ്, നമ്മുടെ ടെലിസ്കോപ്പ് വെച്ചിട്ടാണ് മനസ്സിലാക്കിയത്. സ്പേസ് ബിറ്റ്വീൻ ദ ചാർജ് പ്ലേറ്റ്സ് radiate with the X-rays and the X-rays ionize the molecules of the air. ഓക്കെ, നമ്മൾ എക്സ്റേ കൊടുക്കുന്നുണ്ട്. എക്സ്റേ ഹെൽപ്പ് ചെയ്യുന്നതിന് അയണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, എയർ പാർട്ടിക്കിൾസിനെ അയണൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, എക്സ്റേ കൊടുക്കുന്നത്. ഓക്കെ,
one or more electrons produced may be absorbed by the an oil drop. The oil droplet as a result become negatively charged. അപ്പോൾ ഇവിടെ ഓയിൽ ഡ്രോപ്പ് എന്തായിട്ടാണ് മാറുന്നത്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സംഭവം പോസിറ്റീവിന്റെയും നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ്സിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കായിരിക്കും അട്രാക്ഷൻ ഉണ്ടാവുക? ഒബ്വിയസ്ലി അത് പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റിന് അങ്ങോട്ടേക്കായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്, നമ്മുടെ ഓയിൽ ഡ്രോപ്പ് അല്ലെങ്കിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന വസ്തുവിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അതെങ്ങനെ നെഗറ്റീവിനേക്കായിരിക്കും അട്രാക്ഷൻ നടക്കുന്നുണ്ടാവുക. അങ്ങനെ നമ്മുടെ പുള്ളിക്കൻ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിക്കുകയാണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? 1.602 × 10⁻⁻19 ആണ് നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജ് ആയിട്ട് ഫൗണ്ട് ചെയ്തത്. ദെൻ അത് വെച്ചിട്ട് എന്ത് ചെയ്തു? E/m റേഷ്യോയിൽ നിന്നിട്ട് മാസ് ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുകയാണ്. E എന്ന് പറയുന്ന ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്താ കിട്ടിയത്? 1.602 × 10⁻⁻19 ആണ്. E/m റേഷ്യോ എന്തായിരുന്നു? 1.76 × 10⁸ ആണ്. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ മാസ് ഓഫ് ഇലക്ട്രോൺ കിട്ടും അല്ലെ? മാസ് ഓഫ് ഇലക്ട്രോൺ എന്താ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്? 9.1 × 10⁻31 കിലോഗ്രാം പെർ ഇലക്ട്രോൺ ആണ്. ഇപ്പൊ ഇലക്ട്രോൺ അല്ലെങ്കിൽ ചാർജ് ആണ്. നമുക്ക് നോക്കാം ഈ ഇലക്ട്രോണിന്റെ വാല്യൂസും അല്ലെങ്കിൽ ചാർജിന്റെ വാല്യൂവും എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. എന്താണ് ചാർജ് ഓഫ് ഇലക്ട്രോൺ? 1.602 × 10⁻⁻19 മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1 × 10⁻31 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. നെക്സ്റ്റ് എന്താണ്? അവിടെ ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ഇതിന്റെ ഡിസ്കവറി ആണ് കണ്ടുപിടിക്കുന്നതും. അത് ഡിസ്ചാർജ് ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കവർ ചെയ്തത്. ആരാണ്? ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് നമ്മുടെ കനാൽ റേസ് കണ്ടുപിടിച്ചത്. കനാൽ റേസ് എന്ന് പറയുന്നത് എന്താ? ആനോഡിൽ നിന്നിട്ട് പോകുന്ന റേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കനാൽ റേസ് എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ആനോഡും കാഥോഡും ഉണ്ട്. ഇവിടെ ഒരു വാക്വം പമ്പ് നേരത്തെ പോലെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിൽ വെച്ചതുപോലെ തന്നെ എന്ത് വാക്വം പമ്പും ഉണ്ട്. ഇവിടെ ഉള്ള ഗ്യാസിന്റെ പ്രഷർ കൂട്ടാനും കുറയ്ക്കാനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വാക്വം പമ്പ് വെച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഹൈ വോൾട്ടേജ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പൊ നോക്കിക്കോ, ഗോൾഡ്സ്റ്റീൻ എന്ത് ചെയ്തു? ഡിസ്ചാർജ് ട്യൂബിനെ പെർഫറേറ്റഡ് ആയിട്ടുള്ള കാഥോഡ് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലെ? ഈ ഇവാക്യുവേറ്റഡ് ഡിസ്ചാർജ് ട്യൂബ് വിത്ത് ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ വോൾട്ടേജ് സപ്ലൈ ടു ദ ഇലക്ട്രോഡ്സ്. ഇലക്ട്രോഡിലേക്ക് ഹൈ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ന്യൂ ടൈപ്പ് ഓഫ് റേസ് ഇവിടെ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ ആനോഡിൽ നിന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റി. കാഥോഡ് എങ്ങനത്തെ കാഥോഡാണ്? പെർഫറേറ്റഡ് ആയിട്ടുള്ള കാഥോഡാണ്. അതുകൂടാതെ ഈ കാഥോഡിന്റെ ബിഹൈൻഡിൽ നിന്നിട്ടാണ് നമ്മുടെ പുതിയ റേസ് വരുന്നതായിട്ട് കാണാൻ പറ്റിയത്. ഈ റേസിന് എന്താ? ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് എന്ന് ആര് പേര് കൊടുക്കുകയാണ്? നമ്മുടെ ഗോൾഡ്സ്റ്റീൻ പേര് കൊടുക്കുകയാണ്. ഇവരുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കാഥോഡ് റേ പോയതിന്റെ ഓപ്പോസിറ്റ്ലി ആയിട്ടാണ് നമ്മുടെ ആനോഡ് റേസിന്റെ ഡയറക്ഷൻ പോകുന്നത്. കാഥോഡ് റേസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് അത് എങ്ങോട്ടേക്ക് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പോയത്. പക്ഷെ കാഥോഡിന്റെ ബിഹൈൻഡിൽ നിന്നിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ ആനോഡ് റേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാഥോഡ് റേ പോകുന്ന സൈഡിലേക്കല്ലാതെ അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് ആര് പോയത്? നമ്മുടെ കനാൽ റേസ് പോയത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോപ്പർട്ടി എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും നമ്മുടെ ആനോഡിൽ പ്രസന്റ് ആയിരിക്കുന്നത് അല്ലേ? അത് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആണ് അവിടെ കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്, നമ്മുടെ ആനോഡ് റേസിൽ പ്രസന്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കിക്കേ, മാഗ്നറ്റിക് ഫീൽഡ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. എങ്ങോട്ടേക്കാണ്? എക്സ്പെക്റ്റഡ് ഡയറക്ഷനിൽ നിന്നിട്ട് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതിലേക്കും എന്താ പോസിറ്റീവ് പാർട്ടിക്കിൾസിന് അങ്ങോട്ടേക്കായിരിക്കും ഡിഫ്ലക്ഷൻ നടക്കുന്നുണ്ടാവുക. പിന്നെന്താ? ഹീറ്റിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. E/m വാല്യൂസ് ഓഫ് ആനോഡ് റേസ് മച്ച് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദി കാഥോഡ് റേസ്. കാഥോഡ് റേസിനേക്കാളും സ്മോളർ ആയിരിക്കും E/m റേഷ്യോ. ആരുടെ? നമ്മുടെ ആനോഡ് റേസിന്റെ E/m റേഷ്യോ എന്ന് പറയുന്നത് കാഥോഡ് റേസിനേക്കാളും സ്മോളർ വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി പ്രോട്ടോണിന്റെ ഡിസ്കവറി എങ്ങനെയാ? ഈ പ്രോട്ടോൺ ആനോഡ് റേസ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് പ്രോട്ടോണിന്റെ ഡിസ്കവറിയിലേക്ക് എത്തുന്നത്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് പ്രസന്റ് ആണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഗോൾഡ്സ്റ്റീൻ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോണിനെ കണ്ടുപിടിക്കുന്നത്. എന്താണ് പ്രോട്ടോൺ എന്ന് പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ്. അതിന്റെ വാല്യൂ ഏകദേശം എന്ത് തന്നെയാണ്? ചാർജ് എന്ന് പറയുന്നത് 1.602 × 10⁻⁹ തന്നെയാണ്. നമ്മുടെ ആരുടെ വാല്യൂസിന്റെ പോലെ തന്നെ നമ്മുടെ ഇലക്ട്രോൺസിന്റെ ചാർജിന്റെ പോലെ തന്നെയാണ്. പിന്നെ മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 1.67 × 10⁻24 ഗ്രാം ആണ്. ഓക്കെ, ഗോൾഡ്സ്റ്റീന്റെ കാഥോഡ് റേസ് അല്ലെങ്കിൽ ആനോഡ് റേസിന്റെ ഒറിജിൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത് അല്ലെ? അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹൈ ഇലക്ട്രിക് ഫീൽഡ് ദ ഗ്യാസ് ഇൻ ദ ഡിസ്ചാർജ് ട്യൂബ് ഈസ് അയണൈസ്ഡ്. നമ്മൾ രണ്ട് കാഥോഡ് റേസിന്റെ ഐഡന്റിഫിക്കേഷൻ ആയാലും എക്സ്പെരിമെന്റ് ആയാലും ആനോഡ് റേസിന്റെ ഐഡന്റിഫിക്കേഷന്റെ എക്സ്പെരിമെന്റ് ആയാലും നടത്തി ഇതെങ്ങനെയാ? ഒരു ഡിസ്ചാർജ് ട്യൂബിലാണ്. ഈ ഡിസ്ചാർജ് ട്യൂബിൽ വെച്ചിരിക്കുന്ന ഗ്യാസ് എല്ലാം ഇനേർട്ട് ആണ്. അത് കൂടാതെ അവർ അയണൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലെ? ദർ ഇസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് പാർട്ടിക്കിൾസ് വിത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട്. അപ്പൊ അയണൈസ് ചെയ്യിപ്പിക്കുന്നത് എന്താ? അയൺസിനെ ഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് അയണൈസ്
അയണൈസ് ചെയ്യിപ്പിക്കുന്നത് അയൺസിനെ ഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയൺസും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയൺസും പ്രസന്റ് ആവുന്നുണ്ടാവും. ആ സമയത്ത് ഡിഫ്ലക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിൽ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഡിസ്ചാർജ് ട്യൂബിലുള്ള ഗ്യാസസിനെ അയണൈസ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. നെഗറ്റീവ്ലി ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് മൂവ് ടുവേർഡ്സ് ആനോഡ് അറ്റ് വെരി ഹൈ സ്പീഡ് അല്ലെ. നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എങ്ങോട്ട് പോകുന്നുണ്ടാവും? ആനോഡിലേക്ക് പോകുന്നുണ്ടാവും. കാരണം ആനോഡ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ് ആണ്. നെക്സ്റ്റ് എന്താണ്? പിന്നെ ഓൺ ദ കൊളൈഡ് വിത്ത് atoms of the gas producing more electrons and positively charged particles. അവർ പോകുന്ന വഴിക്ക് എന്താ? കൊളീഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ കൊളീഷൻ എന്താണ്? ലോ ഓഫ് ഇനർഷ്യ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. കൊളീഷൻ പറയാൻ പറ്റും. ഇലക്ട്രോൺസ് മൂവ് ടുവേർഡ്സ് ദി ആനോഡ് ഇൻ ദ ഫോം ഓഫ് കാഥോഡ് റേസ് while the positive ions move towards the cathode in the form of anode rays. അപ്പോൾ നോക്കിക്കേ, ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കുന്നുണ്ട്? മൂവ് ടുവേർഡ്സ് ആനോഡ്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അത് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ആനോഡിലേക്ക് പോകുന്നുണ്ട്. ആനോഡിലേക്ക് പോകുന്നത് എന്തൊരു ഫോമിലാണ്? കാഥോഡ് റേസ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആനോഡിലേക്ക് പോകുന്നു. ആനോഡിലേക്ക് പോകുന്ന റേസിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? കാഥോഡ് റേസ് എന്ന്. നേരെ തിരിച്ചാണെങ്കിലോ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്? കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ആ മൂവ് ചെയ്യുന്ന റേസിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ആനോഡ് റേസ്. എന്താണ്? ആനോഡ് റേസ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അറ്റോമിക് മോഡൽസിനെ പറ്റിയിട്ട് നോക്കാം. കുറച്ച് അറ്റോമിക് മോഡൽസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? പ്ലം പുഡിംഗ് മോഡൽ പഠിക്കാനായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടം, എളുപ്പത്തിൽ പറയാൻ പറ്റുന്നതാണ്. പിന്നെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ഉണ്ട്, റുദർഫോർഡിന്റെ. അങ്ങനെ കുറച്ച് മോഡൽസ് പഠിക്കാനുണ്ട്. അപ്പൊ തോംസന്റെ പ്ലം പുഡിംഗ് മോഡലാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ എങ്ങനെയാണ്? ആരെ പ്രപ്പോസ് ചെയ്തത്? നമ്മുടെ ജെ തോംസൺ ആണ് ഡിസ്കവർ ചെയ്തത് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്നത്. എങ്ങനെ? നമ്മുടെ പോസിറ്റീവ് ചാർജഡ് ആയിട്ടുള്ള സ്ഫിയറിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലം എന്ന് പറയുന്ന സെറ്റപ്പിലേക്ക് എന്താണ് നമ്മുടെ നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള റൈസിൻസ്, കാഷ്യൂൻസ് എല്ലാം എംബെഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ സ്ഫിയർ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഡൗ എന്ന് പറയുന്നത്, ഇപ്പൊ കേക്ക് ഉണ്ടാക്കുന്ന ഡൗ എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അതിന് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന റൈസിൻസ്, കാഷ്യൂസ്, ചെറീസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അതിനാണ് നമ്മൾ പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറഞ്ഞ് നമ്മൾ കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറ്റോമിക് മോഡൽ എന്ന് പറയുന്ന ഒരു പ്ലം പുഡിംഗ് മോഡൽ പോലെയാണ്. പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫിയറിലേക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ എംബെഡ് ചെയ്ത് വെച്ചേക്കാണ്. അത് ഈക്വൽ ആയിട്ടൊന്നല്ല വെച്ചിരിക്കുന്നത്, ഓൾട്ടർനേറ്റീവ് അവിടേക്കായിട്ട് വെച്ചിരിക്കുന്നു എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ജെ തോംസൺ പറഞ്ഞത്. ഓക്കെ, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് സ്ഫിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്നും ജെ തോംസൺ പറഞ്ഞിട്ടുണ്ട്. ഇതിനാണ് പ്ലം പുഡിംഗ് മോഡൽ എന്ന് നമ്മൾ ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞിരിക്കുന്നത്. ജെ തോംസന്റെ ഒരു പ്ലം പുഡിംഗ് മോഡലിന് ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചിരിക്കുന്നതാണ് ഇത്. ഓക്കെ, ഇനി നെക്സ്റ്റ് റുദർഫോർഡിന്റെ ആൽഫ പാർട്ടിക്കിൾസിന്റെ എക്സ്പെരിമെന്റ്, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ് പറഞ്ഞത്. എങ്ങനെയാണ് നോക്കാം എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്? നോക്കിക്കേ, എക്സ്പെരിമെന്റ് സെറ്റപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ആൽഫ പാർട്ടിക്കിൾസ് കൊടുക്കുന്ന ഒരു സോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഇവിടെ ലെഡ് പ്ലേറ്റിലൂടെയാണ് ആൽഫ പാർട്ടിക്കിൾസ് കടന്നു പോകുന്നത്. പിന്നെ ഇവിടെ എന്താണ്? ഒരു ഗോൾഡ് ഫോയിൽ ആണ് വെച്ചിരിക്കുന്നത് അല്ലെ. ഈ ഗോൾഡ് ഫോയിലിന് ചുറ്റും ഒരു സർക്കുലർ ആയിട്ടുള്ള സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഈ സർക്കുലർ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ആണ്. അത് കൂടാതെ അത് കോട്ട് ചെയ്തിരിക്കുന്ന സിങ്ക് സൾഫൈഡ് പോലുള്ള ഫ്ലൂറസെന്റ് മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും. അതായത് ഈ ആൽഫ പാർട്ടിക്കിൾസ് വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്ലൂറസെൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കണം അല്ലെ. എത്രത്തോളം പാർട്ടിക്കിൾസ് ആ സ്ക്രീനിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സിങ്ക് സൾഫൈഡ് പോലുള്ള മെറ്റീരിയൽസ് ഏതിലേക്ക്? ഈ സർക്കുലർ സ്ക്രീനിലേക്ക് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത്? ഒരു ആൽഫ പാർട്ടിക്കിൾ ഒരു സോഴ്സിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് ലെഡ് പ്ലേറ്റിലൂടെ കടന്നു പോകുന്നു. ദെൻ എവിടെ പോയി ഹിറ്റ് ചെയ്യുന്നുണ്ട്? ഗോൾഡ് ഫോയിലിലേക്ക് അല്ലെ. ഒരു തിൻ പ്ലേറ്റിൽ അല്ലെങ്കിൽ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞാൽ. അത്രത്തോളം നല്ല രീതിയിൽ അടിച്ച് പരത്തി വെച്ചിരിക്കുന്ന തിൻ ആയിട്ടുള്ള ഗോൾഡ് ഫോയിലിലേക്കാണ് ആര് വന്ന് ഹിറ്റ് ചെയ്യുന്നത്? നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് എന്തൊക്കെ ഒബ്സർവേഷൻസ് നടക്കുന്നുണ്ട്? കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ടല്ലേ? ഒരു പ്രശ്നം പറ്റാതെ കടന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ചില ആൽഫ പാർട്ടിക്കിൾസ് മാത്രം ചെറിയൊരു ഡീവിയേഷൻ സംഭവിച്ചിട്ട് ചെറിയൊരു ആംഗിൾ ഡീവിയേഷൻ സംഭവിച്ച് നമ്മുടെ സർക്കുലർ സ്ക്രീനിൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ച് നമ്മൾ ആൽഫ പാർട്ടിക്കിൾസ് കൊടുത്ത അതേ ഡിറക്ഷനിൽ തന്നെ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാ മനസ്സിലായത്? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് എന്താണ്? ഒരു കുഴപ്പം പറ്റാതെ നമ്മുടെ ഈ ഗോൾഡ് ഫോയിലൂടെ കടന്ന് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ഈ നമ്മുടെ സർക്കുലർ സ്ക്രീനിലേക്ക് വന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ചെറിയൊരു എമൗണ്ട് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് മാത്രമാണ് സ്മോൾ ആംഗിളിൽ വന്ന് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. സ്മോൾ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് നമ്മുടെ എന്താണ് സർക്കുലർ സ്ക്രീനിൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അതിലും മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? അത് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക് ചെയ്തിട്ട് നമ്മൾ പോയ വഴി തന്നെ തിരിച്ചു വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ എക്സ്പെരിമെന്റ് സെറ്റപ്പ് മനസ്സിലായി. എന്തൊക്കെ
എന്തൊക്കെ ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ അതിൽ നിന്നിട്ട് എന്താണ് കൺക്ലൂഷൻ? ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മിസ് പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെന്റ് സെറ്റപ്പ് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒബ്സർവേഷൻ എന്താണ്? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. പിന്നെ എന്താ? സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് വർ ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾസ്, എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക്. അപ്പൊ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് എന്താണ്? ഡിഫ്ലക്ഷൻ ഒന്നും സംഭവിക്കാതെ ആ ഗോൾഡ് ഫോയിലിൽ കടന്നു പോയിട്ടുണ്ട്. ചില എമൗണ്ട് മാത്രം എന്ത് സംഭവിച്ചു? ചെറിയ ആംഗിളിൽ, സ്മോൾ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തു. വളരെ സ്മോൾ എമൗണ്ടിൽ മാത്രമാണ് എന്ത് ചെയ്തത്? ബൗൺസ് ബാക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്നിട്ട് വന്നിരിക്കുന്ന കൺക്ലൂഷൻ എന്താണ്? ഈ ബൗൺസ് ബാക്ക് ചെയ്ത് എന്താ? ചെറിയൊരു ഏരിയയിലുള്ള ആൾക്കാർ മാത്രമല്ലേ? കാരണം അവിടെ ആ ചെറിയൊരു ഏരിയയിൽ മാത്രമാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കൺക്ലൂഷനിലേക്ക് ആരെത്തി? നമ്മുടെ സയന്റിസ്റ്റ് എത്തി. Since the most of the alpha particles pass through the gold foil without any deviation, it indicates that most of the space in an atom is empty. അപ്പോ നമ്മുടെ ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദി സ്പേസ് എന്ന് പറയുന്നത് എംപ്റ്റി ആയിട്ട് കിടക്കാണ് അല്ലെ. അതുകൊണ്ടാണ് അവിടെ ആരും സ്ട്രൈക്ക് ചെയ്യാൻ നിൽക്കാതെ, ഒരു കുഴപ്പം പറ്റാതെ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്ത് അതിലൂടെ ഗോൾഡ് ഫോയിൽസിലൂടെ കടന്നു പോയിട്ട് ഓപ്പോസിറ്റുള്ള നമ്മുടെ സർക്കുലർ സ്ക്രീനിൽ വന്നിട്ട് ടച്ച് ചെയ്ത്. നമുക്ക് മനസ്സിലായി ആറ്റം എന്ന് പറയുന്നത്, ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദി സ്പേസ് എന്ന് പറയുന്നത് എംപ്റ്റി ആയിട്ടുള്ള സ്പേസ് ആണ്. നമുക്ക് മനസ്സിലായി. അവിടെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കാനോ തടഞ്ഞു വെക്കാനോ ആരുമില്ല. ഇപ്പൊ മോസ്റ്റ് ഓഫ് ദി സ്പേസ് എന്താ? എംപ്റ്റി ആണെന്ന് മനസ്സിലായി. ദ ആൽഫ പാർട്ടിക്കിൾസ് ബീങ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ്. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഹാവിങ് കൺസിഡറബിൾ മാസ്, കുറച്ചൊരു മാസും കൂടി പ്രസന്റ് ആണ്. ഡിഫ്ലക്റ്റഡ് ബൈ സം ഹെവി പോസിറ്റീവ്ലി ചാർജ് അറ്റ് ദി സെന്റർ. ഹെവി പോസിറ്റീവ് ചാർജ് എവിടെ ഉണ്ട്? നമ്മുടെ സെന്ററിൽ പ്രസന്റ് ആയതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? നമ്മുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആര് വരുന്നത്? ആൽഫ പാർട്ടിക്കിൾസ് അവിടുന്ന് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നത് അല്ലെ. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസ് അവിടുന്ന് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നത് എവിടെ ചെല്ലുമ്പോഴാണ്? ആ സെന്ററിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയൊരു സ്പേസ് ആയിട്ടുള്ള ആ സെന്റർ പോർഷനിലാണ്. നമുക്ക് മനസ്സിലായി. ദ സ്മോൾ ആംഗിൾ ഓഫ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഇൻഡിക്കേറ്റഡ് ദ പ്രസൻസ് ഓഫ് ഹെവി പോസിറ്റീവ് സെന്റർ അറ്റ് ദി ആറ്റം. അപ്പൊ ഹെവി പോസിറ്റീവ് സെന്റർ അവിടെ നടുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ്. ആ ചെറിയൊരു ഡിഫ്ലക്ഷൻ കാരണം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയത്. റുദർഫോർഡ് നെയിം ദ പോസിറ്റീവ് സെന്റർ ആസ് ദി ന്യൂക്ലിയസ്. ആ പോസിറ്റീവ് സെന്ററിനെ റുദർഫോർഡ് എന്താ നെയിം ചെയ്തത്? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടാണ് നെയിം ചെയ്തത് അല്ലെ. പോസിറ്റീവ് സെന്ററിനെ എന്ത് നെയിം ചെയ്തു? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ് നെയിം ചെയ്തു. അപ്പൊ ന്യൂക്ലിയസിലാണ് ഓൾ ദ പോസിറ്റീവ് ചാർജും എന്താ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഹിറ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തത്? അവിടെ ബൗൺസ് ബാക്ക് ചെയ്ത് പോയതും ചെറിയൊരു ആംഗിളിൽ ഡീവിയേഷൻ സംഭവിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം എന്താ? എംപ്റ്റി ആയിട്ടുള്ള സ്പേസ് ആണ്. എ ഫ്യൂ ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക് ഡ്യൂ ടു ദ ഡയറക്റ്റ് കൊളീഷൻ ഓഫ് ദി ന്യൂക്ലിയസ് അല്ലെ. അപ്പൊ ന്യൂക്ലിയസിന്റെ ഡയറക്ട്ലി വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്ത് പോകുന്നത്. ചെറിയൊരു രീതിയിൽ ഹിറ്റിംഗ് നടക്കുന്നുള്ളെങ്കിൽ എന്താണ്? ചെറിയ ആംഗിളിലായിരിക്കും അവിടെ എന്ത് സംഭവിക്കുന്നത്? ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുക. അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെ? സെന്ററിലാണെന്ന് മനസ്സിലായി. അപ്പൊ ഡയറക്റ്റ് സെന്ററിൽ തന്നെ ഒന്ന് കൊളീഷൻ നടക്കുന്ന സമയത്താണ് ബൗൺസ് ബാക്ക് ചെയ്തിട്ട് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് പോകുന്നുണ്ടാവുക. ഇതാണ് സംഭവം നടക്കുന്നത് അല്ലെ. ആൽഫ പാർട്ടിക്കിൾസ് കൊടുക്കുന്ന സമയത്ത് ഇതേ നോക്കിക്കേ, സ്പേസ് നമ്മുടെ ന്യൂക്ലിയസ് ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദി സ്പേസ് എംപ്റ്റി ആണ്. എംപ്റ്റി ആയ സ്പേസിൽ കൂടെ പോകുന്നതാണ് ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കാതെ നേരെ പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ വേറെന്താ? ഏകദേശം സെന്ററിലേക്ക് എത്തുന്ന സമയത്താണ് ആംഗിൾ ചെറിയൊരു മാറ്റം വന്നിട്ട് ചെറിയൊരു ആംഗിൾ ഡീവിയേഷൻ സംഭവിക്കുക. ഡയറക്റ്റ് നമ്മുടെ ന്യൂക്ലിയസിന്റെ സെന്ററിൽ പോയി ഹിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്തിട്ട് പോകുന്നുണ്ടാവുക. ഇതാണ് റുദർഫോർഡ് കണ്ടുപിടിച്ച ഒബ്സർവേഷനിൽ നിന്നിട്ട് നമുക്ക് കിട്ടിയത് കൺക്ലൂഷൻ എല്ലാം പറയുന്നത്. ഓക്കെ, റുദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം ആണ് എന്നിട്ട് പറയുന്നത് അല്ലെ. എന്റയർ മാസും പോസിറ്റീവ് ചാർജും എവിടെയാണ്? നമ്മുടെ ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ റുദർഫോർഡ് പറഞ്ഞത്. അതുകൂടാതെ നമ്മുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് ഇലക്ട്രോൺസ് എവിടെ? ന്യൂക്ലിയസിന്റെ ചുറ്റിനും എപ്പോഴും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോസിറ്റീവ് ചാർജും പിന്നെ അതുകൂടാതെ എൻറ്റയർ മാസും എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മുടെ ന്യൂക്ലിയസിലാണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എപ്പോഴും നമ്മുടെ ന്യൂക്ലിയസിന്റെ ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ റുദർഫോർഡ് കൺക്ലൂഡ് ചെയ്തത്. ഈ മോഡലിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതേ നോക്കിക്കേ എന്താ നടക്കുന്നത്. പിന്നെ അതിന്റെ പ്രഷർ പിന്നെ നമ്മൾ കുറയ്ക്കാണ് 0.00 എന്താ mmHg അതിലേക്ക് കുറയ്ക്കുന്ന സമയത്ത് ആ ഗ്ലാസ് ട്യൂബ് കംപ്ലീറ്റ്ലി എന്താണ്? ഒരു ഡാർക്ക് കളർ വന്ന് ഫില്ല് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഡാർക്ക് കളർ ഒന്ന് ഫില്ല് ചെയ്ത് കാണാൻ. പിന്നെ എന്ത് സംഭവിക്കുന്നില്ല? ഗ്ലോ അവിടെ ഉണ്ടാകുന്ന ഗ്ലോ ഫെയിൻറ്റ് ചെയ്ത് ഒരു ഗ്രീനിഷ് കളറിലേക്ക് എത്തുന്നത് കാണുന്നുണ്ടാവും. പിന്നെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ആനോഡിന്റെ സൈഡിൽ ഒരു സർക്കുലർ സ്ക്രീൻ വെക്കുന്നുണ്ടാവും. ഒരു സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന കെമിക്കൽ കോട്ട് ചെയ്തിട്ടുള്ള സർക്കുലർ സ്ക്രീൻ വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും? കാഥോഡിൽ നിന്നിട്ടാണ് ഈ റേസ് വന്ന് എമിറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആനോഡിന്റെ സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലായി കാഥോഡിൽ നിന്ന് വരുന്ന റേസ് ആയതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് നെയിം ചെയ്തു? കാഥോഡ് റേസ് എന്ന് നെയിം ചെയ്തു.
അപ്പോൾ ഈ ഡിസ്ചാർജ് ട്യൂബിൽ നടക്കുന്ന ഈ എക്സ്പെരിമെന്റിനെ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എന്നും കൂടി പേര് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ കാഥോഡിൽ നിന്ന് വരുന്ന റേസ് നമ്മൾ കാഥോഡ് റേസ് എന്നാണ് പറഞ്ഞത്. ഈ റേസ് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കാരണമാണ് കാഥോഡിൽ നിന്നിട്ടുള്ള റേസ് എമിറ്റ് ചെയ്യുന്നതെന്നും കൂടി ആര് കണ്ടുപിടിച്ചു? നമ്മുടെ ക്രൂക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. അതുകൊണ്ട് ഈ കാഥോഡിൽ നിന്ന് വരുന്ന റേസിന് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലായി. അതാണ് നമ്മുടെ ലാസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കേ. സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത് അല്ലെ. കാഥോഡ് നിന്നിട്ട് ആനോഡിലേക്ക് എന്താ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെന്താ മെക്കാനിക്കൽ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഡിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡിഫ്ലക്ട് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു വീൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡിഫ്ലക്ട് ചെയ്തിട്ടായിരിക്കും ഈ കാഥോഡ് റേസ് പോകുന്നുണ്ടാവുക. മെക്കാനിക്കൽ എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മളിവിടെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് നിൽക്കുന്നതെങ്കിൽ, ഒരു വീല് പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ കാഥോഡ് റേസ് പോകുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത് ടച്ച് ചെയ്ത് കറങ്ങി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, കറങ്ങി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ മെക്കാനിക്കൽ എഫക്റ്റ് ആര് കാണിക്കുന്നുണ്ട്? നമ്മുടെ കാഥോഡ് റേസ് കാണിക്കുന്നതായിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ അത് കൂടാതെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ കാഥോഡിൽ പ്രസന്റ് എന്നും ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരിക. നോക്കിക്കോ, when a magnetic field is applied perpendicular to the path of the cathode ray, they deflected in the direction of expected negative particles. അവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡിഫ്ലക്ട് ചെയ്തിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഏത്? നമ്മുടെ കാഥോഡ് റേസ്. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിൽ പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് വെക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് വന്ന് അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് വെച്ചാൽ അവിടെ നിന്ന് റിപ്പൽ ചെയ്തിട്ട് പോകുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ റിപ്പൽ ചെയ്ത് പോകുന്നത് കാണുന്നത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ലൈക്ക് ചാർജസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് വെച്ചതെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാഥോഡ് റേ റിപ്പൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കൺക്ലൂഷനിൽ എത്താൻ പറ്റി. കാഥോഡ് റേസ് എന്ന് പറയുന്നത് എന്താ? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, പിന്നെ പ്രൊഡ്യൂസ് എക്സ്റേ വെൻ ദേ സ്ട്രൈക്ക് ഹാർഡ് മെറ്റീരിയൽസ് ലൈക്ക് ടങ്സ്റ്റൺ, കോപ്പർ പോലുള്ള മെറ്റീരിയൽസിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അവിടെ എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആര്? നമ്മുടെ കാഥോഡ് റേസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഈ പാർട്ടിക്കിൾസ്. പിന്നെ ഫ്ലൂറസെൻസ്, അത് ഗ്ലാസ് വാൾസ്, നേരത്തെ പറഞ്ഞായിരുന്നു സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് വാൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് ഈ കാഥോഡ് റേ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലൂറസെന്റ് എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതായിട്ട് നമ്മൾ ഒബ്സർവേഷനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റൽസിലേക്ക് നമ്മൾ എന്താണ് കാഥോഡ് റേ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താ? ഒരു ഫ്ലൂറസെന്റ് എഫക്റ്റ് ആണ് ഫോം ചെയ്യുന്നുണ്ടാവുക.